എടാ നിന്റെ ചട്ടുകാലം ഗുഡ് മോർണിംഗ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇന്ന് മൺഡേ ആയതുകൊണ്ട് ഉമ്മച്ചി സ്കൂളിൽ പോയി ആസ് യൂഷ്വൽ. സോ ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, കഴിക്കണം. ഭയങ്കര ചൂടുള്ള ദിവസമാണ് ഇന്ന്. വെയിൽ 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 ചൂടെടുത്തിട്ടാണ് ഞാൻ എണീച്ചത് തന്നെ. അത് ഞാൻ കുറച്ചേരം കൂടി ഉറങ്ങിയത്. എനിക്ക് ഹോസ്പിറ്റലിലൊന്ന് പോകണമെന്നുണ്ട്. എൻ്റെ ഈ വായ ഒന്ന് കാണിക്കാൻ, വായല്ല ഈ സൈഡ് ഭയങ്കര പെയിനാണ്. എനിക്ക് വായ തുറക്കാൻ പറ്റില്ല. അറിയില്ല, മേ ബി വൈകുന്നേരം പോവാമെന്ന് വിചാരിച്ചു. ആദ്യമേ തുടങ്ങിയപ്പോൾ കുഞ്ഞു വേദനയായിരുന്നു, അപ്പോൾ അത് ഭയങ്കര വലിയ വേദനയായി. വായ തുറക്കാൻ പറ്റില്ലെങ്കിൽ എത്ര തുറക്കാൻ പറ്റും, അതിൽ കൂടുതൽ തുറക്കാൻ പറ്റില്ല. തുറന്നാൽ അടയ്ക്കാനും ഞാനിനി എങ്ങനെ ഭക്ഷണം കഴിക്കും? പഴം പോലും തിന്നാൻ പറ്റുന്നില്ല എനിക്ക്. ബാക്കിലോക്ക് ആരുടെ പടം? വേടൻ അവള് വരച്ചതാണ്. നമുക്ക് കഴിക്കാനുള്ള സേമിയ ഉപ്പുമാവാണ്. സേമിയ ഉപ്പുമാവ് ഇച്ചിരി അട പോലെ പോയി. പാട്ട് പഠിക്കുവാണ്, പുതിയ റാപ്പ് സോങ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ചൂടെടുത്തിട്ട് ഭയങ്കരമായിട്ട് എക്സോസ്റ്റഡ് ആവുന്നു. കുറച്ച് കഴിഞ്ഞിട്ട് കുളിക്കാം. വായവേന എടുക്കുന്നപ്പോൾ ഒന്നും പറയാനും പറ്റുന്നില്ല, ചെയ്യാനും പറ്റുന്നില്ല. ഇന്നൊരു മൂഡും ഇല്ല വീഡിയോ എടുക്കാനോ ഒന്നും ചെയ്യാനോ. മേ ബി കുറച്ച് നേരം കഴിഞ്ഞിട്ട് കുളിച്ചിട്ട് ഞാൻ കിടന്നുറങ്ങും. മനസ്സറിഞ്ഞ് കോട്ട് പോയി ഇടാൻ പോലും പറ്റത്തില്ല സുഹൃത്തുക്കളെ. എന്ത് പറ്റിയെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. ഒരാള് വരുന്നുണ്ട്. ഓ നമ്മൾ വിളിച്ചാന്ന് എണീക്കത്തില്ല. മച്ചിക്കുട്ടി വന്നപ്പോ എണീച്ച്. കൊച്ചിന് വയ്യടി എന്തോ. നല്ല തയ്ച്ചുടുപ്പാണ്. എന്താ അത്, കുഞ്ഞുങ്ങൾ മറ്റേ തിന്നുമ്പോ മേത്ത് വീഴാതിരിക്കാൻ വേണ്ടി ഇടുന്നു. അതല്ല ഞാൻ പറഞ്ഞേ. ഇതിനെ കൊണ്ട് സഹിക്കാൻ പറ്റുന്നില്ല കൈക്ക് ആ വേദന. ഞാൻ ഉമ്മച്ചി വന്ന സ്ഥിതിക്ക് എന്തായാലും ഉമ്മച്ചിനെ കൂട്ടി ഹോസ്പിറ്റലിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. അപ്പം ഇനി വായ കാണിച്ചിട്ട് വരാം, കാപ്പി കുടിച്ചിട്ട് പോവാം. താത്ത കാപ്പി ഉണ്ടാക്കി, അത് കുടിച്ചിട്ടുണ്ടായിരുന്നു. ഗോയ്സ്, നമ്മൾ പോവാൻ നമ്മള് ചക്കുളം ബസ് സ്റ്റോപ്പിൽ നിൽക്കുവാണ്. ബസ് വന്നിട്ടില്ല. വീണ്ടും ഓട്ടോറിക്ഷയും. ഇതാണ് നമ്മുടെ മില്ലിങ്കലുള്ള വെൽകെയർ ഹോസ്പിറ്റൽ. കുട്ടനെ കിട്ടി. കുട്ടന്റെ ഷാപ്പ്. സീതമാമിയുണ്ട്. മരുന്ന് വാങ്ങാൻ വന്നതൊക്കെ. ഞാൻ ഇവിടെ മില്ലിങ്കലുള്ളൊരു കടയിൽ സ്റ്റുഡിയോയിൽ ഫോട്ടോ എടുക്കാൻ വന്നു. ഗൈസ്, എൻ്റെ ഫോട്ടോ നോക്കൂ. പച്ചക്കറി മേടിക്കാൻ വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അവൾ പച്ചക്കറി മേടിക്കാൻ വന്നു. ഡോക്ടറെ കണ്ടു വന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു ഫേഷ്യൽ ഫേഷ്യോ എന്തോ സർജനെ കാണിക്കണം എന്ന് പറഞ്ഞു. അതിവിടെ ഇല്ല. ആദ്യം മര്യാദക്ക് പല്ലേക്കാൻ പറഞ്ഞു. അത് കാണിക്കണം. മരുന്ന് തന്നിട്ടുണ്ട് തൽക്കാലത്തേക്കുള്ളത്. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ കസിൻസ് വരുന്നുണ്ടെന്ന് പറഞ്ഞത്. അപ്പൊ ഇനി അവരെ കാത്തിരിക്കുക, അതാണ് നല്ലത്. അതിൻ്റെ ഇടയിൽ ബ്രോ കട്ട നമുക്ക് തക്കാളിക്കറി വെക്കാം. ഇതെന്റെ ഫേവറേറ്റ് കോമ്പിനേഷൻ ആണ്, മീൻകറിയും തൈരും അച്ചാറും. അവരിത് ഇതുവരെ വന്നിട്ടില്ല. അയാൾ ഫുഡ് കറിയും ചോറൊക്കെ ഉണ്ടാക്കി. ഞാൻ ചോറ് കഴിച്ചു. അവർ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അവർ കുറേ ലേറ്റ് ആവും വരുമ്പോൾ. എന്തായാലും അവർ വരട്ടെ. അതുവരെ എനിക്ക് കുറച്ച് പണികളൊക്കെ ഉണ്ട്, അതൊക്കെ ചെയ്യട്ടെ. പിന്നെ ഈ സാധനം എനിക്ക് ഇതിൻ്റെ പേരറിയില്ല, കശുവണ്ടി പോലെ ഇരിക്കുന്നു. മസാലയൊക്കെ ഇട്ട് പണ്ട് ഞാൻ LKG പഠിക്കുമ്പോൾ കുറച്ച് ഉള്ളി കച്ചവടക്കാരെ കിട്ടിയിട്ടുണ്ട്.
നടക്കില്ല. നോക്കൂ ഉള്ളി കച്ചവടൊക്കെ. ഇതെന്താ ഇങ്ങനെ ഇരിക്കണമെന്ന് എനിക്ക് മനസ്സിലാവും. കാത്തിരിക്കുകയാണ് ഗൈസ് എല്ലാവരും. നമ്മുടെ കുടുംബത്തിൽ ഒരുപാട് സിനിമാ നടന്മാരുണ്ട്. ഷെയ്ൻ നിഗത്തിന് കിട്ടി, അടുത്തത് ബേസിലിനെ കിട്ടി. വന്നു നമ്മുടെ ഹണി ചില്ലി വന്നു, കാന്താരിയും വന്നു, എല്ലാവരും തീറ്റ തുടങ്ങി. നമ്മള് ഫുഡ് കഴിച്ച് കട അടപ്പിച്ചിട്ടാണ് വന്നിരിക്കുന്നത്. പാഴ്സലൊക്കെ ആയിട്ട് ഒരാൾ നിൽക്കുന്നുണ്ട്, വ്യക്തമില്ല. ചട്ടുകാലം നിന്റെ ചട്ടുകാലം മീൻ വണ്ടി വന്ന് താത്ത അവിടെ പോയി നിൽക്കുന്നു. ചട്ടുകാലം ഇറങ്ങാൻ ആയിക്കോട്ടെ ആയിക്കോട്ടെ ശരി. ബൈ ബൈ ബൈ. ഇതങ്ങ് എത്തുവന്നോന്നൊക്കെ കുഞ്ഞമ്മ. അങ്ങനെ അങ്കംവെട്ടൊക്കെ കഴിഞ്ഞ് ഡേയ്സ് ഗോയിങ് ടു എൻഡ് ആൻഡ് നല്ല ദിവസമായിരുന്നു. ഫുഡ് കഴിക്കാൻ പോയി, അവരൊക്കെ ഒന്ന് വർത്താനം പറയുന്നു കുറേ നേരം. ആൻഡ് പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട്. സോ അങ്ങനെ വീഡിയോ എന്ത് ചെയ്യാൻ പോവാണ്. നല്ല ഉറക്കം വരുന്നുണ്ട്. നല്ല ഹണി അൽഫാമൊക്കെ കഴിച്ച് വയറൊക്കെ നിറഞ്ഞിരിക്കുക. മിസ്സിലായിട്ട് കിടന്ന് ഉറങ്ങിയിട്ട് നാളെ കാണാം.